ആദ്യം ഇതൊരു നിസ്സാര കാര്യമായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷേ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ, പെൺഡ്രൈവ് എടുത്തു മാറ്റിയ ആളെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് ചേച്ചി. ആദ്യം നമുക്ക് ഇവിടുത്തെ CCTV ഫൂട്ടേജ് ഒന്ന് പരിശോധിക്കണം. ഫയർ അലാം കേട്ട് എല്ലാവരും ഇവിടെ നിന്ന് പോയപ്പോൾ ആരാണ് ദേവിയേച്ചിയുടെ ക്യാബിനിലേക്ക് വന്നതെന്ന് CC ക്യാമറ വിഷ്വൽസിൽ നിന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അത് പരിശോധിച്ചാൽ കുറ്റവാളിയെ നമുക്ക് കൈയോടെ പിടികൂടാം. ഇത് കുഴപ്പമാവുമല്ലോ. ഋഷി പറഞ്ഞത് ശരിയാ, നമുക്ക് CCTV വിഷ്വൽസ് പരിശോധിക്കണം. അതെ, ക്ലയന്റ് മീറ്റിംഗ് 10:30 അറേഞ്ച് ചെയ്തിരിക്കുന്നേ. നമ്മള് സംസാരിച്ചു നിന്നാ അത് വൈകും. മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട എല്ലാവരും എത്തിക്കഴിഞ്ഞു. സോ ഇപ്പൊ തന്നെ നമ്മൾ മീറ്റിംഗിന് പോണം. അപ്പൊ CCTV വിഷ്വൽസ് ആദ്യം ഈ മീറ്റിംഗിന്റെ തിരക്കുകളൊന്ന് കഴിയട്ടെ, എന്നിട്ട് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്താ പോരെ? എന്താ അത് പോരെ? മതി. എന്നാ നമുക്ക് കോൺഫറൻസ് ഹാളിലേക്ക് പോയാലോ? മീറ്റിംഗിന് ഞാൻ പങ്കെടുക്കേണ്ടതൊന്നുമില്ലല്ലോ. നിങ്ങൾ ചെല്ലും. മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ വന്നിട്ട് CCTV ഫുട്ടേജ് പരിശോധിക്കാം. ശരി ചേച്ചി, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. സോറി, ഇത്തിരി വൈകിപ്പോയി. മാത്രമല്ല, ദേവിക മേഡത്തെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അറിയാം. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഈ മീറ്റിംഗിൽ ദേവിക മേഡത്തിന് പങ്കെടുക്കാനാവില്ല. മേഡത്തിന് ചില അസൗകര്യങ്ങളുണ്ട്, ക്ഷമിക്കണം. മാഡത്തിന്റെ അഭാവം ഉണ്ടെങ്കിലും മാഡത്തിന്റെ അനാലിസിസ് അനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഋഷിയേട്ടൻ നമ്മുടെ കമ്പനിയുടെ നിലപാടുകൾ നിങ്ങളോട് അവതരിപ്പിക്കും. എന്നാ പിന്നെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. എനിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മാനസികാവസ്ഥ ശരിയല്ലാത്തോണ്ട് ഞാൻ വരാതിരുന്നത്. ചേച്ചി കൂടി അവിടെ ഉണ്ടാവണമായിരുന്നു. സാരമില്ല, ചേച്ചിയുടെ അഭാവം ഉണ്ടായിരുന്നെങ്കിലും ചേച്ചി നൽകിയ അനാലിസിസ് ആണ് ഞങ്ങൾക്ക് മീറ്റിംഗിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചത്. വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് ക്ലയൻസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത്. ദേവികേച്ചി കാരണം ഇന്നത്തെ മീറ്റിംഗ് വളരെ വലിയ വിജയമായി. കൺഗ്രാജുലേഷൻസ് ചേച്ചി. കൺഗ്രാജുലേഷൻസ്. നിങ്ങളീ പറയുന്ന കേട്ട് എനിക്ക് സന്തോഷം തോന്നുന്നുവെങ്കിലും പെൻഡ്രൈവിന്റെ കാര്യം മനസ്സിലുള്ളതുകൊണ്ട് ആ ടെൻഷൻ മാറുന്നില്ല. നിങ്ങളിപ്പോ ഫ്രീ ആയല്ലോ, നമുക്ക് പോയി CCTV ഫുട്ടേജ് പരിശോധിച്ചാലോ? നോക്കാം. ആ ഫുട്ടേജ് റെഡിയാക്കി വെക്കാൻ ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി വാ. ഇതെന്ത് പറ്റി? എല്ലാം ബ്ലാങ്ക് ആയി പോയത്. ഈ ഫയർ അലാം കേട്ടതിന് ശേഷമുള്ള വിഷ്വൽസാ വേണ്ടത്. അതവിടെ അത് കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഒന്നുകൂടി നോക്കട്ടെ. ശരി, നോക്കും.
സോറി സർ, അത് ഡിലീറ്റ് ആയി പോയി. ഡിലീറ്റ് ആവുകയോ? അതെങ്ങനെയാ ഡിലീറ്റ് ആവുന്നത്? അതെങ്ങനെ സംഭവിച്ചു? അത് എനിക്കറിയില്ല സർ. ശ്ശെ. ഹലോ ഹലോ, അയ്യോ റേഞ്ച് കിട്ടുന്നില്ലല്ലോ. ഹലോ